ഹായ് ഹലോ, ശ്യാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ കാലമായി. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്ക തോരനാണ്. അപ്പോൾ ഇടിച്ചക്ക ഞാൻ മുറിക്കാതെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ മുറിച്ചതിന് ശേഷം നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, അതേപോലെ 2 ചുവന്ന മുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, കുറച്ച് ചെറിയ ഉള്ളി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇടിച്ചക്ക ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇത് നേരത്തെ ഇടിച്ചക്ക ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ട് കുക്കറിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളവും വെച്ചിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് 2 വിസിൽ വെച്ചിട്ട് എടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് ചതച്ചെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. കുക്കറിൽ വെക്കണമെന്നില്ല, അത് വേഗം ആവാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വെച്ചത്. പിന്നെ ചീനച്ചട്ടിയിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒന്ന് ചതച്ചെടുക്കണം. ഓക്കെ, അപ്പം നമ്മുടെ ഇടിച്ചക്ക തോരനുള്ള ഇടിച്ചക്കയൊക്കെ ഞാൻ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും ചതച്ചാൽ മതി. ഇനി നമ്മൾ അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിടാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ചുവന്ന മുളക് ഇട്ടു, അതേപോലെ കുറച്ച് കറിവേപ്പില ഇട്ടു. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയാണത്. തേങ്ങയും അതേപോലെ ചുവന്ന മുളകും, പിന്നെ അതേപോലെ കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊക്കെ ചതച്ച് വെച്ചതാണിത്. നമ്മൾ ഈ ചതച്ച് വെച്ച തേങ്ങയും എല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഇടുകയാണ്. ഒന്ന് ജസ്റ്റ് ഒന്നങ്ങോട്ട് ആയതിന് ശേഷം നമുക്ക് ഈ ഇടിച്ചക്ക ചതച്ച് വെച്ചത് ഇതിലേക്ക് ഇടാം. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിച്ചക്ക തോരനാണ്. ഇത് നമുക്ക് എന്തായാലും പുറത്തുനിന്ന് വാങ്ങുന്ന പോലെയല്ല, വീട്ടിലുണ്ടാവുന്നതല്ലേ. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് നന്നായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ ഇതിൽ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിച്ച് കാണും, ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം ആ നാളികേരം ചതച്ച് വെച്ചതാണ് ഇട്ടത്, അത് അവസാനമല്ലേ ഇടേണ്ടതെന്ന് വിചാരിക്കും. ചില ആളുകളൊക്കെ അങ്ങനെയാണ് ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം വെച്ചാൽ നമ്മൾ ആ ചതച്ച് വെച്ച വെളുത്തുള്ളി, അതേപോലെ ചെറിയ ഉള്ളി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ ആ പച്ചമണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞാനതൊന്ന് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഞങ്ങളുടെ നാട്ടിൽ ഇത് ഉപ്പേരി എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയാൻ വേണ്ടി കമൻസിൽ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.